ഫാൻസ് അസോസിയേഷൻ അല്ല ഫാൻ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഫാനല്ല, 1-2 പാട്ടുകൾ അല്ലാണ്ട് ദേവാ ദേവ ആ ഫാനല്ല. പല കാര്യങ്ങൾക്കും ദേവ എന്റെ ഫാനായിരുന്നു. ഞാൻ പിന്നെ പറഞ്ഞു. പുള്ളിക്കാരിയുടെ ഒരു ഫാനായിരുന്നു ആദ്യം ഇനിഷ്യൽ സ്റ്റേജിൽ. ഇൻസ്റ്റാഗ്രാമിൽ പുള്ളിക്കാരിയുടെ പാട്ടും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ കുറച്ച് കോമൺ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഭയങ്കര ഫാനായി മാറി. അങ്ങനെ ഫാനായി ഞാൻ ബാംഗ്ലൂർ MBA പഠിക്കുന്ന സമയമായിരുന്നു 2023 കഴിഞ്ഞ വർഷം. പുള്ളിക്കാരിക്ക് ദൈവം സഹായിച്ച് നിംഹാൻസിലൊരു ഇൻറ്റേൺഷിപ്പ് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിംഹാൻസ് നല്ല ദൂരമായിരിക്കും, നമുക്ക് കാണാൻ കുറച്ച് 10-20 കിലോമീറ്ററൊക്കെ പോകേണ്ടി വരും. ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല, ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്, അങ്ങനെ അറിയാം, അത്രേ ഉള്ളൂ. പക്ഷേ പിന്നെയാണ് ഞാൻ അറിയുന്നത് ഈ നിംഹാൻസ് എന്ന് പറയുന്നത് ഞാൻ താമസിക്കുന്നതിന് അവിടെ നിന്ന് കറക്റ്റ് 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കാരി എന്നോട് ചോദിച്ചു അവിടെ അടുത്ത് PG എന്തെങ്കിലും ഉണ്ടോ, ലേഡീസ് PG എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ തൊട്ടപ്പുറത്തുള്ളത് പറഞ്ഞു കൊടുത്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളും എളുപ്പമായി. പ്രപ്പോസ് ഒന്നും അങ്ങനെ ഒരു ഫോർമൽ പ്രപ്പോസൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഐ ലവ് യു ഞാൻ അച്ഛനോട് പറയാറുണ്ട്, ഐ ലവ് യു അച്ഛ, ഐ ലവ് യു അമ്മ, ഐ ലവ് യു. അതുവരെ കേട്ടിട്ടില്ല, അവർ അച്ഛനും അമ്മയും കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിരുന്നു. അതായത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ പറയാ, എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു പോണ സമയത്ത് എനിക്ക് ബാഗൊക്കെ വാങ്ങിച്ചുകൊണ്ടെന്ന് ബാഗൊക്കെ കൊണ്ടു തന്ന് എന്നെ എയർപോർട്ടിലേക്കൊക്കെ കയറ്റി വിട്ട് ആള് കരഞ്ഞൊന്നുമല്ല, മറ്റേ ഷെയ്ഡ്സ് എടുത്തിട്ടില്ലായിരുന്നു, വെയിലടിച്ചതോ. അതെ, ആള് നല്ല കരച്ചിലും അതൊക്കെയാണ്. അപ്പം മനസ്സിലായി ഞാൻ വീഴ്ത്തി. എന്തായാലും മണ്ടി കിട്ടി. ഫാമിലിയിലോട്ട് ഇപ്പൊ നമുക്ക് പുതിയൊരാളെയും കൂടി കിട്ടി. വി ആർ എക്സ്ട്രീംലി ഹാപ്പി. ആദ്യക്ക് ഗിഫ്റ്റ് ഒന്നും നമ്മൾ കൊണ്ടുവന്നില്ല, കാരണം കിട്ടാവുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് ആണ് ദേവ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. സ്റ്റിൽ എക്സൈറ്റഡ് ആണ് ഞങ്ങള്. ഇങ്ങനൊരു സംഭവം നടന്നു, ദേവന്റെ ആദ്യയുടെ എൻഗേജ്മെന്റ്. ഞങ്ങൾക്ക് ഇത് അറിഞ്ഞപ്പോ തൊട്ടുള്ള എക്സൈറ്റ്മെന്റ് ഇപ്പോഴും സ്റ്റിൽ എക്സിസ്റ്റ്. സത്യം പറഞ്ഞ അത് അങ്ങനെയാണ്. എസ്പെഷ്യലി എനിക്ക് ദേവേനെ ചൈൽഡ്ഹുഡ് തൊട്ടിട്ട് ഞാൻ കാണാൻ തുടങ്ങിയിട്ട് സീയിങ് ഹർ ലൈക്ക് ദിസ് ടുഡേ എന്താ പറയാ, ഭയങ്കര സർപ്രൈസിങ് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് വെരി ഇമോഷണൽ. രണ്ടുപേർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ബെസ്റ്റ് വിഷസ്. We love you so much and all the very best.